നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം സമയം കർത്താവിൻ്റെ പാദപീഠത്തിലിരിപ്പാനും ദൈവവചനം ശ്രദ്ധിപ്പാനും ഇടയായതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഓർപ്പിച്ച പോലെ നമ്മൾ എത്ര നാൾ ഇവിടെ കാണുമെന്നോ എത്ര നാൾ ശുശ്രൂഷിക്കുമെന്നോ ഒന്നും ആർക്കും ഒരു ഉറപ്പുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയൊന്ന് മാറിയാൽ മതി, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പല കാര്യങ്ങളും ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ ഓർമ്മ, നമ്മുടെ ചിന്ത ഇതൊക്കെ അങ്ങ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം അറിയുന്ന ആളിൻ്റെ പോലും അടുക്ക ചെന്ന് നിന്നിട്ട് നമുക്ക് പേര് ഓർക്കാതെ വരുന്ന അനുഭവമുണ്ട്. എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ മനുഷ്യർ. ഇപ്പോൾ ചിലരുടെ പേര് കുറേ നേരം നമ്മൾ ഇരുന്നൊന്ന് ഓർത്തെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവമാണ് നമ്മളെ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നത്, നിർത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിന് എപ്പോഴും നാം മഹത്വം കരയേറ്റണം, ദൈവത്തിൻ്റെ നാമത്തെ നാം ഉയർത്തണം. ഇന്ന് പകലിൽ എൻ്റെ ചിന്തയിലേക്ക് വന്നൊരു വാക്യം ഹഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. ഹഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നിങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഹഗായി പ്രവാചകനിൽ കൂടി ദൈവം അന്നത്തെ ജനത്തോട് സംസാരിക്കുക. നിങ്ങളുടെ വഴികളെ ഒന്ന് എന്ത് ചെയ്യണം, വിചാരിച്ചു നോക്കുവീൻ. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കണേ, കുഞ്ഞുങ്ങളിനി അതിൽ നടന്നുകൊണ്ട് കുഴപ്പമില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വഴികളെ എന്ത് ചെയ്യണം, വിചാരിച്ചു നോക്കണം. ആരോട് പറയുക? ഇസ്രായേൽ ജനത്തോട്. അപ്പം അത് നമ്മളുമായിട്ട് എന്താ പ്രസക്തി? നമ്മളും നമ്മുടെ വഴികളെ എന്ന് എന്ത് ചെയ്യണം, വിചാരിച്ചു നോക്കണം. നമ്മുടെ വഴികളെ നാം വിചാരിച്ചു നോക്കണം. ഇത് പറയാൻ കാരണം എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ പ്രവാസത്തിൽ നിന്ന് ജനം മടങ്ങി വന്നു, വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങി വന്നു. നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയ ആളുകളും അതിനുശേഷമുള്ള ആളുകളും ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. പ്രവാചകന്മാർ അവരോട് പ്രവചനം പറഞ്ഞു. അതിൻ്റെ ഇസ്രായേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 വാക്യങ്ങൾ വായിച്ച്. എന്നാൽ ഹഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സെക്കര്യാവും എന്ന പ്രവാചകന്മാർ യഹൂദായിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശെയൽതീയേലിന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും എഴുന്നേറ്റ് യെരൂശലേമിലെ ദേവാലയം പണിവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇവര് അവിടെ നിന്ന് കൂട്ടി വരുത്തിയതാ. അപ്പം 2 ദൈവദാസന്മാർ, സ്തോത്രം, ഈ അതാത് പ്രവാചകന്മാരെ, ഈ ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് ആ ജനത്തെക്കുറിച്ച് ചില പദ്ധതിയുണ്ട്. ആ പദ്ധതികളെ ഓർപ്പിക്കാനാണ് ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചേക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ, സ്തോത്രം. ഓരോ സമയവും ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ കൂടെ പറയാനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അവരെ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഈ പ്രവാചകന്മാരിൽ കൂടെ, സെക്കര്യാവിൽ കൂടെയും, സ്തോത്രം, ഹഗായി കൂടെയും പ്രവചിച്ചു. പക്ഷേ ജനം കൂട്ടാക്കിയില്ല. ഹഗായി പ്രവാചകൻ പ്രത്യേകം എടുത്തിരുന്നു. എസ്രാ എഴുതിയേക്കുമ്പോൾ അവിടെ പണി തുടങ്ങിയെന്നാണ് പറഞ്ഞേ. പക്ഷേ ഹഗായി എഴുതുമ്പോൾ അവരിവിടെ വന്നു. അവർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോകാനിടയായി തീർന്നു. ഏകദേശം ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് 16 വർഷത്തോളം ഇവർ ഈ വാഗ്ദത്ത നാട്ടിൽ വന്നിട്ട് ദൈവം എന്തുദ്ദേശത്തിന് വേണ്ടി അവരെ കൊണ്ടുവന്നോ, ദൈവം എന്തുദ്ദേശത്തിന് വേണ്ടി അവരെ വിളിച്ചോ, അതവർ മറന്നുപോയി. നിങ്ങൾ ഇടയ്ക്കൊരു സ്വത്രം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. ദൈവം അവരെ എന്തിനാ വിളിച്ചതെന്നോ എന്തിനാ കൊണ്ടുവന്നെന്നോ ഉള്ള കാര്യം നോക്കാതെ അവർ സ്വന്തത്തിലേക്ക് ഓടാൻ തുടങ്ങി, സ്വന്തമായതിലേക്ക് ഓടാൻ തുടങ്ങി. നമ്മൾ 99% നമ്മൾ സ്വന്തമായതിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം എന്തിനു വേണ്ടി വിളിച്ചെന്നുള്ളൊരു ഉറപ്പ്, ഒരു ചിന്ത നമുക്ക് വേണം. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മൾ വളരെ ഭയത്തോടെ ആയിരിക്കണം.
ദൈവം നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ ഈ ചിലത് പറയുമ്പോൾ അധികപ്പെട്ടായിട്ട് തോന്നരുത്, നമ്മൾ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും വേണ്ടാതാവും. ഹല്ലേലൂയ. നമ്മളെല്ലാം നല്ല മിടുക്കരാ, മക്കൾക്കൊക്കെ നല്ല സ്നേഹമുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. എന്നാൽ അല്പം വയ്യാതായി കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ എങ്ങും കൊണ്ടുപോകാതെ വരും. റീസൺ ഉണ്ട്, അവിടെ വീൽ ചെയർ ഇല്ല, അതല്ലേ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ റീസൺ ഉണ്ട്. പ്രിയമുള്ളവർ, നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ എന്നും ഇതേ കണ്ടീഷനിലും ഇതേ ആരോഗ്യത്തിലും ഇതേ സ്വാതന്ത്ര്യത്തിലും ഇതേ അഭിപ്രായത്തിലും ഇരിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. ഹല്ലേലൂയ. ഞാൻ ഈയിടെ ഒരു കുറിപ്പ് വായിച്ചു, 60 വയസ്സ് കഴിയുമ്പോൾ മുതൽ നിങ്ങൾ ഏകാന്തതയൊന്ന് ശീലിക്കണമെന്ന്. ഹല്ലേലൂയ. 60 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഏകാന്തത ശീലിക്കണമെന്ന്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു ഏകാന്തത എന്ത് ചെയ്യാൻ വരാൻ പോവുകയെന്ന്. ആ കുറിപ്പ് ഞാൻ വായിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശീലിക്കണം. ഞങ്ങളൊക്കെ 65-66 വയസ്സായ ആളുകളാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടിരുന്ന മെസ്സേജാണ് ഞാൻ പറഞ്ഞത്. അവർ പറയുന്ന ഏകാന്തത ഇപ്പോഴേ ശീലിക്കണം, ട്രെയിൻ ചെയ്യണം. റിട്ടയർഡായ ആളുകളുണ്ട്, ലെക്ചർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്. പക്ഷേ ഇതെല്ലാം എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങളൊന്ന് ശീലിക്കണമെന്ന്. കുറേ നാൾ മുമ്പ് ഒരു ഡോക്ടർ, വലിയ ഡോക്ടറാണ്, ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതാണ്. എന്താ കാര്യം? അദ്ദേഹത്തിന് പഴയതുപോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ പഴയതുപോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് താൻ ജീവൻ എടുക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആരോഗ്യവും ബലവും ഉള്ളപ്പോൾ ദൈവം നമ്മളെ എന്തിനെ വിളിച്ചു എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരും ആമീൻ പറയാതിരുന്നു കേട്ടോ. എല്ലാവർക്കും ദൈവം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരു വാക്യെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താൽ അതൊരു ശുശ്രൂഷയാണ് കേട്ടോ. ഈ ഹോളിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതൊരു ശുശ്രൂഷയാണ്, അത് നമ്മൾ മറന്നു പോകരുത്. വ്യാഴാഴ്ച നമ്മളിവിടെ പ്രോഗ്രാം നടക്കുക. ഞങ്ങളാ പറ്റുന്ന ക്ലീനിങ് ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്തോത്രം. നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന, പാസ്റ്റർക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. ഇതൊന്നും എൻ്റെ സ്വന്തമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇതെല്ലാം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന താല്പര്യവും ദർശനം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയത്. മുകളിൽ ആ പില്ലർ പോലെ ഇട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്നെക്കൊണ്ട് കഴിയാത്തത് തലമുറ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നോർത്താണ് അത് ഇട്ടേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളെ എന്തിനു വിളിച്ചു എന്നുള്ളൊരു കാര്യം നമുക്ക് ഓർമ്മ വേണം. ഹല്ലേലൂയ. വലിയ റിസ്ക്കാണ് പ്രിയമുള്ളവരെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമുക്കെല്ലാവർക്കും ദൈവം ഒരു ശുശ്രൂഷ എന്ത് ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ സുവിശേഷത്തിന് പോകുന്ന കപ്പലേൽ, നമ്മുടെ KP യോനാൻ സാറും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രാസംഗികന്മാരുടെ ഷൂവ് ആ ഷൂറാക്കിൽ പുറത്ത് വെച്ചേക്കും. ഷൂറാക്കിൽ ആ പ്രാസംഗികന്മാരുടെ ഷൂവ് അവർ പോളിഷ് ചെയ്ത് വെക്കുമായിരുന്നെന്ന്. എന്ന് വെച്ചാൽ പിറ്റേ ദിവസം അവർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവർ നന്നായി നിൽക്കാൻ പ്രാസംഗികൻ്റെ, അപ്പോൾ നമ്മൾ വിചാരിക്കുക അതൊന്നും ശരിയായ നടപടിയല്ല, അപ്പോൾ നമ്മുടെ ചില ഈഗോ മുകളിലേക്ക് കയറും. അവരങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അവരെ ഉയർത്താനിടയായി തീർന്നു, ദൈവം മാനിപ്പാനിടയായത്. ദൈവം മാനിച്ചപ്പോൾ ദൈവത്തെ മറന്നു കളഞ്ഞുകൊണ്ട് ദൈവം വീണ്ടും എന്ത് ചെയ്യാൻ പറ്റി, ഇടിച്ചു കളയാനിടയായി തീർന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിലൊരാളാണ് ഡോക്ടർ KP യോഹന്നാൻ. പക്ഷേ നല്ലൊരു അന്ത്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല. ദൈവം അദ്ദേഹത്തെ നന്നായി മാനിച്ചതാണ്. ദൈവം മാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ ദർശനം അദ്ദേഹം വിട്ടുകളഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അദ്ദേഹത്തെ വണ്ടി ഇടിപ്പിച്ച് കൊന്നതാണെന്നാണ് അമേരിക്കയിൽ നിന്ന് വരുന്നതായ റിപ്പോർട്ട്. കാരണം അധികാരത്തിന് വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെയും ഉന്നതന്മാരായ ദൈവദാസന്മാരുണ്ട്. അവരുടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അടുത്ത തലമുറകൾ നീങ്ങിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇവിടെ 1:5 മുതൽ താഴോട്ട് വായിച്ച മോളെ വീണ്ടും. എന്നാൽ ഹഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സെക്കരിയാവും. ഹഗായി 1:5. ഹഗായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
നിങ്ങളുടെ വഴികളെ ഒന്ന് എന്ത് ചെയ്യണം? വിചാരിച്ചു നോക്കണം. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ പറയട്ടെ, നമ്മളും നമ്മുടെ വഴികളെ ഒന്ന് വിചാരിച്ചു നോക്കണം. എന്തുകൊണ്ട് അഭിവൃദ്ധി പ്രാപിപ്പാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ആഗ്രഹിക്കുന്ന അളവിലേക്ക് വരാൻ കഴിയുന്നില്ല? ആരുടെയും കുറ്റമല്ല കേട്ടോ, പാസ്റ്റർമാരുടെയോ മൂപ്പന്മാരുടെയോ ദൈവദാസന്മാരുടെയോ കുറ്റമല്ല. ഹല്ലേലൂയ. അവരെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചതെന്നുള്ളതേ ഉള്ളൂ. നമ്മളും ദൈവവുമായിട്ട് നേരിട്ടൊരു കണക്ഷനുണ്ട്. നമ്മളും ദൈവവുമായിട്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും കർത്താവിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ സ്വതന്ത്രരാ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാ. സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ വഴികളെ ഒന്ന് വിചാരിച്ച് നോക്കണം. ഞാൻ ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, ദൈവൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചില ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും അവർ ദൈവദാസന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എന്തോരം പേരുണ്ടെന്നറിയാമോ? കർത്താവേ, എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ദൈവത്തിൻ്റെ ദാസന്മാരെ ഉപയോഗിക്കണമേ, ദൈവത്തിൻ്റെ ദാസന്മാരെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനെങ്കിലും കഴിയുന്ന ചില കാര്യങ്ങളില്ലേ? സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ അവിടെ എഴുതിയിരിക്കുക, നിങ്ങളുടെ വഴികളെ എന്ത് ചെയ്യണം? വഴികളെ വിചാരിച്ച് നോക്കണം. നമ്മുടെ വഴികളെ ഒന്ന് വിചാരിക്കണം. ഇനി ശേഷിക്കുന്ന ചുരുക്കം നാളുകളെ നമ്മുടെ ജീവിതത്തിന് മുമ്പിലുള്ളൂ. ലോക സംഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ വളരെ ശക്തമായി വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ രാത്രിയിൽ ഞാനിത് പ്രസംഗിച്ചു. ലോകത്തൊരു സമാധാനമില്ല. ഇനി ലോകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ലോകം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരെയും ഏകോപിച്ചു കൊണ്ടുപോകാനുള്ളൊരു നേതാവിനെ വാസ്തവമായി ലോകം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുവൻ വരാനായിട്ടിടയായിത്തീരും. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, അവനാണ് എതിർ ക്രിസ്തു, അവനാണ് എതിർ ക്രിസ്തു. സ്തോത്രം, ഹല്ലേലൂയ. ലോകം സ്തോത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. താഴോട്ട് വായിച്ച്, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും എന്ത് ചെയ്യുന്നില്ല? കുളിര് മാറുന്നില്ല. സ്തോത്രം. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിര് മാറുന്നില്ല. വായിച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. വായിച്ചോ. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇത് പ്രവാചകൻ പറയാൻ കാരണം എന്നാ? ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ തൊഴിലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ സഭായോഗം ഉപേക്ഷിച്ചും തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുക. സമ്പത്തിലേക്ക് ആശ്രയിച്ചുകൊണ്ടിരിക്കുക. അവനവൻ്റെ സൗകര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ദൈവത്തിൻ്റെ കാര്യം എന്ത് ചെയ്യുക? അവഗണിക്കപ്പെടുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ പുല്ലിനെ പോലും ദൈവം എന്ത് ചെയ്യാണ്? ചമയിക്കുക, ദൈവം ഒരുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന് നമ്മുടെ മേൽ എന്തോരം കരുതലുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ മേൽ എന്തോരം കരുതലുണ്ടെന്ന് അറിയണം. പുല്ലിനെ പോലും ചമയിക്കുന്നത് ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇതിനോടെല്ലാം കരുതലുണ്ട്. പുല്ലിനെ പോലും ചമയിക്കുന്നുവെങ്കിൽ താഴോട്ട് വായിച്ചേ. അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കും, എത്രയധികം അണിയിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആരും ആമീൻ പറയാതിരുന്നു കേട്ടോ. നമ്മളെക്കുറിച്ച് കർത്താവ് പറയും, നമുക്ക് അല്പവിശ്വാസമാണ്. നമ്മുടെ കാര്യം നടക്കുമോ എന്ന് നമുക്ക് വിശ്വാസമില്ല. നമ്മൾ പിന്നെ ഈ കുറ്റമെല്ലാം വേറെ ആരുടെയെങ്കിലും ചുമലിൽ ഏൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നവരുണ്ട്.
ഹല്ലേലൂയ. അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അപ്പം നമ്മളെ കരുതാൻ ദൈവം മതിയായവനാ. അതുകൊണ്ട് നമ്മുടെ ആ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം. എന്നെ എൻ്റെ ദൈവം കരുതും, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, എൻ്റെ മുഖം ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ ഒരു കാര്യത്തിൽ ഐക്യതയോടെ പ്രാർത്ഥിക്കേണ്ട കാര്യത്തിന് ഐക്യതയോടെ പ്രാർത്ഥിക്കണം. ദൈവത്തോട് ദയവായി മത്സരിക്കരുത്. ദൈവത്തോട് ദയവായി മത്സരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ മത്സരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു വിഷയമുണ്ടെങ്കിലും നമ്മൾ ഐക്യതയോടെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. സർവശക്തനായ ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. അവന് നമ്മളോട് സ്നേഹമുണ്ട്. ആരും നിന്നെ സ്നേഹിച്ചില്ലേലും, പാസ്റ്റർ സ്നേഹിച്ചില്ലേലും, വിശ്വാസികൾ സ്നേഹിച്ചില്ലേലും, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അത് നീ അറിയണം. നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ലോക മനുഷ്യരെല്ലാം സ്വാർത്ഥരാ. എല്ലാം സമ്പത്തിന് വേണ്ടിയും ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓടുന്നത്. ആരും ആരെയും സഹായിക്കത്തില്ല. ആർക്കും ആരെയും സഹായിക്കാൻ കഴിയത്തില്ല. എന്നാൽ നിന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്. താഴോട്ട് വായിച്ചേ, മത്തായിയുടെ സുവിശേഷം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഒത്തിരി അങ്ങ് വിചാരപ്പെടരുതെന്ന് ഇതാര് പറഞ്ഞതാ? നമ്മുടെ കർത്താവ് പറഞ്ഞതല്ലേ. എന്തിനാ വിചാരപ്പെടുന്ന? ഒത്തിരി എല്ലാം ദൈവം അങ്ങ് നടത്തുകയല്ലേ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ, യേശു പറഞ്ഞതാ എന്താ ചെയ്യേണ്ടതെന്ന്. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്താൽ അതിനേക്കാൾ ഉപരിയായി മാനുഷിക ബുദ്ധിയിൽ നമ്മുടെ പ്ലാനിങ് ഉണ്ട്. നമ്മുടെ മാനുഷിക ബുദ്ധിയെ എല്ലാം ദൈവം എന്ത് ചെയ്യാന്നറിയാമോ? ഇല്ലാതാക്കും. കർത്താവ് നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭാരപ്പെടണ്ടെന്ന്. നിങ്ങൾ ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. എൻ്റെ മോള് ബ്ലെസ്സിയുടെ മൂത്ത ചേട്ടൻ, സജൻ്റെ മൂത്ത ചേട്ടൻ, ഇപ്പം അവർ അവിടെ ന്യൂസിലൻഡിലാണ്. അവരുടെ രാവിലത്തെ തൊഴിൽ എന്നാന്ന് ചോദിച്ചാൽ കാറയിൽ വിശ്വാസികൾ, വണ്ടിയില്ലാത്ത ആളുകളുണ്ട്. അവിടെ നിന്ന് വന്നിട്ടുള്ള, നാട്ടിൽ നിന്ന് ചെന്നിട്ടുള്ള ആളുകളുണ്ട്. കാരണം ചെല്ലുന്ന ഉടനെ കാറ് മേടിക്കാനും വീട് മേടിക്കാനും ഒന്നും പറ്റത്തില്ല. അവരെ എല്ലാം ഒരുക്കി വണ്ടിയെ കയറ്റി ആരാധനാലയത്തിൽ കൊണ്ടുവരും. എത്ര ട്രിപ്പ് വേണേലും അടിക്കും. അവർ ശുശ്രൂഷയിൽ പ്രസംഗിക്കുന്നൊന്നുമില്ല. അവിടെ പാട്ട് പാടാൻ മുമ്പ് നിൽക്കും. പിന്നെ എന്തോ ചെയ്യുന്നേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ സഭയ്ക്ക് എന്തൊരു അനുഗ്രഹമാണെന്നറിയാം ദൈവദാസൻ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വേലയ്ക്ക് എന്തോ ഒരു അനുഗ്രഹമാണെന്നറിയാമോ? മസ്കറ്റിൻ്റെ പ്രദേശത്ത് ജോലി ചെയ്യുന്ന പിള്ളേർ വീടുകളില്ലാതെ ഇങ്ങനെ പല ഡോർമെട്രി പോലെ താമസിക്കുന്നവരുണ്ട്. അവിടെ ചെന്ന് അവിടെയുള്ള ദൈവമക്കൾ അവരെ ഓരോരുത്തരെ എടുത്തുകൊണ്ട് വന്ന് അവരെ ഓളിക്കൊണ്ടുവന്ന് പ്രാർത്ഥന നടത്തി. ശനിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് അവിടെ മീറ്റിംഗ് ഉണ്ട്, വെള്ളിയാഴ്ചയുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് ആരാധനയ്ക്ക് കൊണ്ടുപോകും. അവർക്ക് റിസ്ക്കാണ്. കിടക്കാൻ ചിലപ്പോൾ ഒരു മുറിയേ കാണത്തുള്ളൂ. അവിടെ അവരെ കിടത്തുന്നത്. അങ്ങനെയുള്ളവരെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും? ഇത് കർത്താവിന് വേണ്ടി നമുക്കൊരു ചെറുവിരൽ അനക്കാൻ മനസ്സില്ല. പിന്നെ എങ്ങനെ അനുഗ്രഹിക്കേണ്ടത്? കർത്താവ് ആ വാക്യം തന്നെ താഴോട്ട് വായിക്കുമ്പോൾ എഴുതുകയാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതോടുകൂടി മുമ്പേ ഒരു പുതിയ തീരുമാനത്തോടെ നാം കടന്നു പോകണം. മുമ്പേ അവന്റെ രാജ്യവും നീതി എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഹല്ലേലൂയ. നീ സ്തോത്രം വളരെ ശ്രദ്ധിക്കണേ. ആരാധനയ്ക്ക് അതിൻ്റെ പ്രാധാന്യം കൊടുത്താൽ ആ നഷ്ടത്തെ എല്ലാം ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ കർത്താവ് നികത്തി തരും. അത് വളരെ കൃത്യമായ കാര്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് പോകരുത്. നമ്മുടെ ബുദ്ധിക്ക് പോകരുത്. ദൈവത്തിൻ്റെ ബുദ്ധിക്ക് പോകണം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പോകണം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ഉപവസിച്ചോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല കേട്ടോ. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പോകണം. അതുകൊണ്ട് ഹഗായി പറയുക, കാരണം ദൈവിക കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ അവർ സ്വന്തമായ കാര്യങ്ങളിലേക്ക് ഓടി. അപ്പോൾ 1:5 താഴോട്ട്, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. അടുത്തത്, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ വളരെ വിതച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. എന്താ നേടിയത്? എന്തെങ്കിലും നേടാൻ നമുക്ക് കഴിഞ്ഞോ? നമുക്കൊരു സമാധാനം നമുക്ക് വാസ്തവത്തിൽ ലഭിക്കുന്നുണ്ടോ? ഒരു സ്വസ്ഥത നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഹല്ലേലൂയ.
ഹല്ലേലൂയ, നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആരാധനയ്ക്ക് അതിൻ്റെതായ തീഷ്ണത നൽകണം. സ്തോത്രം. ഹല്ലേലൂയ. കാലം ഇനി അധികമില്ല. നിങ്ങൾ വളരെ വിതച്ചിട്ടും എന്ത് ചെയ്യുക? അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിര് മാറുന്നില്ല. 2-ാം അധ്യായം 15 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഹഗായി 2:15. നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവീൻ. നിങ്ങള് അവസാനം ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഇവർ പണിയാൻ തുടങ്ങി. അപ്പം അതിന് മുമ്പുള്ള കാലം ഒന്ന് ശ്രദ്ധിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. 2:15 പോലെ. ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവീൻ. ആ കാലത്തൊരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ, ആ കാലത്തൊരുത്തൻ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാ, 20 പറയുണ്ട് അവിടെ. ആ കൂമ്പാരത്തിന്റെ അവിടെ 20 പറയുണ്ട്. വാരാൻ ചെന്നപ്പോ എത്ര കിട്ടി? 10 മാത്രമേ ഉള്ളെന്നോ? 20 അവിടെ ഇല്ലായിരുന്നോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 20 അവിടെ ഇല്ലായിരുന്നോ? ഉണ്ട്. പക്ഷേ ഇവൻ ചെന്നപ്പോൾ എത്രയേ ഉള്ളൂ? 10 ഉള്ളൂ. അവൻ അതേ ലഭിക്കുന്നുള്ളൂ. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്നും നേടത്തില്ല, ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല, ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തുമില്ല. ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അടുത്തത് വായിച്ചോ. ഒരുത്തൻ 50 മാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. ചക്കാലയിൽ വീഞ്ഞ് 50 പാത്രം ആട്ടിയതാ. പക്ഷേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെളിച്ചെണ്ണ ആട്ടി 50 പാത്രം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കോരാൻ ചെന്നപ്പോൾ എത്രയേ ഉള്ളൂ? 20. അതാ പറഞ്ഞ വഴിയെ വിചാരിക്കാൻ. ദൈവം ഇത് പറഞ്ഞ വഴിയെ വിചാരിക്കാൻ. താഴോട്ട് വായിച്ചേ. വെൺകതിരും വിഷമഞ്ഞും കൺമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ഡിപ്പിച്ചു. കൈകളുടെ സകല പ്രവൃത്തികളെയും കൊണ്ട് എന്ത് ചെയ്യാണ്? ദണ്ഡിപ്പിച്ചു. ഹല്ലേലൂയ. കാരണം ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് വന്നില്ലെങ്കിൽ ദണ്ഡനമുണ്ട്. ഞാനിത് പറയുന്നത് എനിക്ക് ഹൃദയത്തിൽ നല്ലപോലെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറയുകയാണ്, കാരണം ദൈവത്തിൻ്റെ വഴിയിൽ, കാരണം അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരണം. ദൈവത്തിൻ്റെ വഴിയിലേക്കും ദൈവത്തിൻ്റെ താല്പര്യത്തിലേക്കും വന്നില്ലെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകും. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ എന്ത് ചെയ്യും? ഇറക്കും. ഞാൻ പറയട്ടെ, എല്ലാം അധ്വാനിച്ചിട്ട് അവസാനം മക്കൾ നമ്മളെ അവഗണിച്ചാൽ ആ ദുഃഖം എത്ര വലുതാണെന്നറിയാവോ? ഹല്ലേലൂയ. നമ്മൾ അധ്വാനിച്ചു, ഞാനും ഒത്തിരി അധ്വാനിച്ചു. ഞാൻ ചെറുപ്പം മുതൽ അധ്വാനിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ രാമംഗലത്ത് വർക്ക്ഷോപ്പിൽ 5 രൂപ ശമ്പളത്തിന് വെൽഡിങ്ങിന് പോയിട്ടുണ്ട്. 5 രൂപ ശമ്പളം ഒരു ദിവസം. അത് കറണ്ടില്ല, ഉച്ചയ്ക്ക് പണി നിർത്തിപ്പോയാൽ 2.5 രൂപയെ തന്നിട്ടുള്ളൂ. അത് മേടിച്ചിട്ടുള്ളവനാണ് ഞാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും മുതൽ അധ്വാനിച്ചിട്ട് അവസാനം എൻ്റെ കുഞ്ഞുങ്ങൾ അംഗീകരിക്കാതെ അപ്പൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വഴി നടന്നില്ലെങ്കിൽ അത് കേൾക്കേണ്ടി വരും സ്വന്തം ചെവി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആരെ പേടിപ്പിക്കുകയല്ല, അത് ദൈവത്തിൻ്റെ വചനം വെച്ച് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഗതി നമുക്കുണ്ടായാൽ, സ്തോത്രം, അതിനേക്കാൾ വലിയ വേദന വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അധ്വാനിക്കാഞ്ഞിട്ടല്ല, എന്നാൽ ദൈവത്തിൻ്റെ വഴിയിൽ നാം നടന്നാൽ, സ്തോത്രം, ദൈവം ഇടവരത്തത്തില്ല. നല്ലൊരു അന്ത്യം, ഹല്ലേലൂയ, നമുക്ക് ലഭിക്കാനായിട്ടിടയായിത്തീരും. ഇവിടെ താഴോട്ട് വായിച്ച മോളെ അത് തന്നെ. എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത്രയും പറഞ്ഞിട്ടും എങ്കിലേക്ക് തിരിഞ്ഞില്ല, ദൈവത്തിന്റെ കാര്യത്തിലേക്ക് തിരിഞ്ഞില്ല. അടുത്തത്, നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ, യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനമിട്ട കാലം മുതൽ കാര്യങ്ങൾക്ക് മാറ്റം വന്നെന്ന്. ഹല്ലേലൂയ. അവരെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവിക കാര്യത്തിന് വേണ്ടി നിന്നപ്പോൾ, സ്തോത്രം, വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്ന് മുതൽ ചോദിക്കുക, നിങ്ങൾ ഈ അടിസ്ഥാനം ഇട്ടപ്പോൾ മുതൽ നിങ്ങളുടെ വഴി തുറന്നില്ലേ? അത്തിവൃക്ഷവും മാതളവും ഒലിവും മുന്തിരിയും എല്ലാം ഒന്ന് വർദ്ധിക്കാൻ തുടങ്ങിയില്ലേ? ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ.
വചനത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് പഴയ നിയമവും പുതിയ നിയമവും നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവം തമ്പുരാൻ കാര്യകാരണ സഹിതമാണ് പറയുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി നീ നോക്കിയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ സ്വന്തം കാര്യം പോലെ മാത്രം നോക്കി നടന്നാൽ നീ വെറും ഭോഷനായി പോകും. ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 22 വാക്യങ്ങളോടൊന്ന് വായിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 22 മുതൽ ജ്ഞാനിയായ ശലോമോൻ എല്ലാം പഠിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണത്. സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 22 വാക്യങ്ങൾ. സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യന് എന്തു ഫലം? വളരെ ശ്രദ്ധിച്ച ഇത് ബാക്കി ഇനി വീട്ടിൽ ചെന്നൊന്ന് വായിച്ചാൽ മതി. ശലോമോൻ ഒത്തിരി പഠിച്ചിട്ട് പറയുക എന്താ പ്രയോജനമെന്ന്. സകല പ്രയത്നം കൊണ്ടും സകല അധ്വാനം കൊണ്ടും അദ്ദേഹം പഠിച്ചിട്ട് പറയുന്നതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ ആയിരിക്കും പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. ഞാൻ നമ്മുടെ സഹോദരിമാരോട് ചോദിക്കട്ടെ, അടുക്കളയിൽ നിന്ന് രാപകലില്ലാതെ 5 മണിക്ക് കയറി പാതിരാത്രിക്ക് 11 മണിക്ക് കിടന്നിട്ടും എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? എന്തെങ്കിലും ഒരു അഡ്മിഷനുണ്ടോ? എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മളത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. വായിച്ചേ വേഗം വായിച്ചേ. അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും. എത്രയും കഠിന പ്രയത്നം ചെയ്തിട്ടും നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. അവന്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. അത് മായയാത്രേ. അതെല്ലാം മായ. ഹല്ലേലൂയ. അടുത്തത് തിന്നുകുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ. അത് ശലോമോൻ പറയാ എന്തെങ്കിലും തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യണമെന്ന്. കടം മേടിച്ച് തിന്നാനല്ലാട്ടോ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും പിന്നെ ഒണ്ടേലും ചിലർ തിന്നാത്ത ആളുകളുണ്ട്. നമുക്കുള്ളത് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാതെ എന്നാ ഇനി നല്ല ഭക്ഷണം കഴിക്കുന്നത്? എന്തെങ്കിലും കഴിക്കാൻ പറ്റിയാൽ അത് നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം കഴിക്കാതെ ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാതെ നാം ഇത് സ്വരുക്കൂട്ടി വെച്ചെന്നോർത്ത് ആരും അംഗീകരിക്കത്തില്ല കേട്ടോ. വല്ലപ്പോഴും ഇറച്ചി മീനും ഒക്കെ മേടിക്കണം വീടുകളിൽ. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണം. ഹല്ലേലൂയ. ശലോമോൻ പറയുക അതുകൊണ്ടേ പ്രയോജനമുള്ളെന്ന്. ഹല്ലേലൂയ. കടം മേടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് കേട്ടോ. ഞാൻ കടം മേടിച്ചൊരു കാര്യവും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ്. ഹല്ലേലൂയ. അഥവാ എന്തെങ്കിലും ഒരൊന്നുണ്ടായാൽ അതിന് എന്തെങ്കിലും ഒരു കാണാതെ ഞാൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ. താഴോട്ട് വേഗം വായിച്ചേ. വേഗം. തിന്നുകുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളതാണെന്ന് ഞാൻ കണ്ടു. അടുത്തത് അവൻ നൽകിയിട്ടില്ലാതെ ആർ ഭക്ഷിക്കും? അവൻ നൽകിയിട്ടല്ലാതെ ആർക്കും ഭക്ഷിപ്പാൻ കഴിയത്തില്ല. ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ളവന് ജ്ഞാനവും അറിവും സന്തോഷവും എല്ലാം എന്ത് ചെയ്യുക? നൽകുക. അപ്പോൾ ജ്ഞാനം ലഭിക്കുന്നതും സന്തോഷം ലഭിക്കുന്നതും ഒക്കെ എന്താണെന്നറിയാമോ? ദൈവത്തിന് നിന്നോട് പ്രസാദമുള്ളത് കൊണ്ടാ. അടുത്തത് പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ വളരെ ഞാൻ ആ വാക്യം ഇന്നലെയും കൂടെ വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. കാരണം ചിലർക്ക് കൊടുക്കുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ വേണ്ടി അവൻ അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ വേണ്ടി ഒന്നും തിന്നാതെ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യുകയാണ്? ഉണ്ടാക്കുക. സ്തോത്രം. അത് മറ്റുള്ളവർ അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ട് സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിൻ്റെ ഭാര്യ നിൻ്റെ വീടിന് നിൻ്റെ എന്നാ ഫലപ്രദമായ മുന്തിരിവള്ളി. ഹല്ലേലൂയ. മക്കൾ മേശയ്ക്ക് ചുറ്റും. ഹല്ലേലൂയ. ഇത് ദൈവത്താലുള്ളൊരു അനുഗ്രഹമാണ്. ബാക്കിയുള്ളതെല്ലാം മായയാണ്. സ്തോത്രം. നാം ഉണ്ടാക്കിയ മുതൽ മറ്റുള്ളവരനുഭവിക്കും. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കാവുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അനുഭവിക്കണം. ഇത് പുസ്തകത്തിലുള്ള കാര്യമാണ്. ഈ വേദപുസ്തകത്തിൽ എഴുതാത്ത കാര്യം വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വന്ന് മടങ്ങി വരാം. സ്തോത്രം. നിങ്ങളുടെ വഴികളെ എന്ത് ചെയ്യുക? ഹഗായിലേക്ക് മടങ്ങി വന്ന് വേഗം വായിച്ചു. നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. ഞാനിതൊന്നും പ്രസംഗിക്കുന്നില്ല, വായിച്ച് മാത്രം കേട്ടാൽ മതി. നിങ്ങളങ്ങ് വ്യാഖ്യാനിച്ചാൽ മതി. വായിച്ചോ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവിൻ. വീണ്ടും പറയാ, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവിൻ.
നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആ. ആലയം പണിവീൻ, ആ. ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുത്തുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. ആ. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, ആ. എന്നാൽ അത് അല്പമായി തീർന്നു. അയ്യോ, ദൈവിക കാര്യം നോക്കാതെ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, ഞാനത് എന്ത് ചെയ്തു? അല്പമായി തീർന്നു. ആ. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ആ. ഞാനോ അത് ഊതിക്കളഞ്ഞു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനോ അത് ഊതിക്കളഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇന്ന് പകലിൽ കർത്താവിങ്കിലേക്കൊരു മടങ്ങിവരവ്, ദൈവത്തിങ്കിലേക്കൊരു മടങ്ങിവരവ്. ഇന്ന് പകൽ ഒരു തീരുമാനത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നാൽ ആവോളം പ്രവർത്തിക്കുമെന്ന് എത്ര പേര് തീരുമാനമെടുക്കും? എല്ലാവരും പാസ്റ്ററാകാനല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ, ദൈവിക വേലയ്ക്ക് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ നമുക്ക് കഴിയുമോ? നാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മടങ്ങി വന്നാൽ നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,